നമസ്കാരം. ഇസ്രായേലിന്റെ നേരെ ഇറാന്റെ ശക്തമായ മിസൈൽ ആക്രമണം സംഭവിച്ചു. ശനിയാഴ്ച പുലർച്ചെ, അതായത് ഇന്ന് പുലർച്ചെ ഉണ്ടായ ആക്രമണത്തിൽ ഇസ്രായേൽ നഗരമായ തെൽ അവീവിലും കിഴക്കൻ മേഖലകളിലും വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി തന്നെ പറയുന്നുണ്ട്. തെൽ അവീവിലെ തിരക്കേറിയ വാണിജ്യ തെരുവിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അറിയാൻ സാധിക്കുന്നു. ആക്രമണത്തിന് ഉപയോഗിച്ച മിസൈലുകളിൽ ഒരെണ്ണം ക്ലസ്റ്റർ വാർഹെഡ് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്നുള്ള വാർത്തകളൊക്കെ സ്ഥിരീകരിച്ചും പുറത്തു വരുന്നുണ്ട്. അന്തരീക്ഷത്തിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്ന ചെറിയ ബോംബുകൾ വലിയൊരു പ്രദേശത്തേക്ക് ഒരേ സമയം വർഷിക്കുന്ന രീതിയാണ് ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. ജനവാസ മേഖലയായ തെൽ അവീവിൽ ഇത്തരത്തിൽ ബോംബുകൾ പതിച്ചത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. നേരത്തെയും ക്ലസ്റ്റർ മിസൈലുകൾ ഇറാൻ പ്രയോഗിച്ചിരുന്നു. വെള്ളിയാഴ്ച ഇറാനിലെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഈ മിസൈൽ വർഷമെന്ന് തന്നെ ഇതിനെക്കുറിച്ച് വിവരിക്കുന്നവർ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടി മിസൈൽ വർഷം വിലയിരുത്തപ്പെടുന്നതോടെ തന്നെ ചില കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുന്നുണ്ട്. ഇതിനു പുറമെ വടക്കൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ളയും ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയതായി അറിയുന്നു. 4 വശത്തു നിന്നാണ് ഇസ്രായേലിന്റെ ഭാഗത്തിലേക്ക് എത്തുന്നത്. ഇതോടെ ഇസ്രായേൽ ഒരേ സമയം 2 മുന്നണികൾ യുദ്ധം ചെയ്യേണ്ട സാഹചര്യമാണ്. വടക്കൻ ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾ തടയുന്നതിനായി തെക്കൻ ലബനനിൽ ഇസ്രായേൽ സൈനിക നടപടി ശക്തമാക്കിയിരിക്കുകയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു വെള്ളിയാഴ്ച രാത്രി ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം ഉണ്ടായത്. ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തന്നെ ഉറപ്പ് ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഈ നീക്കം നടത്തിയത് എന്നുകൂടി നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. ഇതിനിടെ ഇറാനുമായി നേരിട്ടുള്ള ചർച്ച ഉടൻ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി US പശ്ചിമേഷ്യൻ ദൂത് സ്റ്റീവ് വിറ്റ്കോഫ് തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയെ ഭീതി മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അതിരൂക്ഷമായ ഒരു യുദ്ധം അത് തുടരുന്നതിനിടെ സൈനിക ക്ഷാമം കാരണം ഇസ്രായേൽ തകർച്ചയുടെ വക്കിലെത്തി എന്ന് ഇപ്പോൾ IDF സ്ഥിരീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. രൂക്ഷമായ സൈനിക ക്ഷാമവും സൈനികർക്കിടയിലെ മാനസിക പിരിമുറക്കവും തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ തങ്ങളെ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുകയെന്നത് IDF മേധാവി ഇയൽ സാമൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് യോഗത്തിൽ മുന്നറിയിപ്പ് നൽകിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. പുതിയ നിയമനിർമ്മാണ, റിസർവ് ഡ്യൂട്ടി, സൈനിക കാലാവധി തുടങ്ങിയ കാര്യങ്ങൾ അടിയന്തരമായി തന്നെ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ യുദ്ധം നമ്മളെ അകത്തുനിന്ന് തന്നെ നശിപ്പിക്കുമെന്ന് എടുത്തു പറയുന്നു. അധികം വൈകാതെ തന്നെ മിഷനുകൾ പൂർത്തിയാക്കുന്നതിൽ നിന്ന് IDF പിന്നോട്ടടിക്കുമെന്നും പറയുന്നുണ്ട്. റിസർവ് സിസ്റ്റം എത്ര കാലം നിലനിൽക്കുമെന്ന കാര്യത്തിൽ ഉറപ്പു പറയാനാകില്ല. സാമറിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും അത്തരത്തിൽ തന്നെയാണ്. മേഖലയിലുടനീളം ഇറാനെതിരെ അതിശക്തമായ രീതിയിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണം അഴിച്ചുവിടുന്നതിനിടയിൽ തന്നെയാണ് IDF മേധാവിയുടെ വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നത്. ഇറാനെതിരായുള്ള ആക്രമണത്തിന് പുറമെ ലബനാനിലെ ഹിസ്ബുള്ളയെ കുറിച്ചുള്ള ചർച്ചകളുമുണ്ട്. സൈനികർക്കുള്ള മേഖലയുമുണ്ട്. ഇതിനിടെ തിരിച്ചടി എന്നോണം ഹിസ്ബുള്ള നടത്തിയ പ്രത്യാക്രമണത്തിൽ വ്യാഴാഴ്ച ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടതായി IDF സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി 4 ഇസ്രായേലി സൈനികർ കൂടി കൊല്ലപ്പെട്ടത് എന്നുകൂടി തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്.